ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പും ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടൈം ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ആണെങ്കിലും മതി. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിച്ചോളും. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 3 സ്പൂൺ എണ്ണ ഊറ്റി 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സബോള ഒത്തിരി ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. വലിയ സബോളയാണെങ്കിൽ അതിൻ്റെ പകുതിയും ചേർക്കെങ്കിൽ 1 സബോള മതിയാവും. സബോള അത്യാവശ്യം വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വാടാൻ നിൽക്കേണ്ട, നമ്മുടെ ചിക്കൻ വേകുമ്പോൾ തക്കാളി ആക്കുമ്പോഴും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഊറ്റി വേകാൻ വയ്ക്കാം. ഒത്തിരി വെള്ളം കൂടി പോകണ്ട കേട്ടോ. ചിക്കൻ വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് തിള വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ 1 സ്പൂൺ കറി മസാല കൂടെ കൊടുക്കും. ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എണ്ണയെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പി മുട്ടയുടെയും പത്തിൻ്റെയും ചോറിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ കൂടാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. ഒരു പാൻ വെച്ച് കൊടുത്ത് 2 സ്പൂൺ എണ്ണ ഊറ്റി 3-4 ചെറുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത് കറി ബീൻസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഊറ്റി കൊടുക്കാം. അപ്പോൾ